ഗൈസ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കരിഷ്മ ആറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ്. ഓൾമോസ്റ്റ് നമ്മൾ ബോഡി കിറ്റെല്ലാം അയച്ച് ഫുള്ള് വാഷ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്ത് മെക്കാനിക്കൽ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് റീപെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം നമ്മളൊന്ന് വാഷ് ചെയ്യാണ്. ഡേട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, നല്ല ഉള്ളിലൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒക്കെ വാഷ് ചെയ്ത് വാട്ടർ കയറാൻ പറ്റാത്ത ഭാഗത്തൊക്കെ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല ക്ലീനാക്കി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ടുള്ളൊരു ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മോസ്റ്റ് മെക്കാനിക്കൽ വർക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ വർക്കൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. മെക്കാനിക്കലി ആയിട്ടുള്ള എല്ലാം പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബോഡിയിലേക്ക് വന്നത്. ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ അയച്ച് ഇതിപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല, വർക്കും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട്. അതിനുശേഷം നമ്മൾ ആ ഗ്ലാസ് വൈസറൊക്കെ റീപ്ലേസ് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ വൈസറൊന്നും കിട്ടാനില്ല, ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള വൈസർ തന്നെ സ്റ്റിക്കർ വർക്കിങ്ങിന് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ അതിൻ്റെ നെട്ടും ബോട്ടൽ ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ ഒന്ന് പുതിയത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ കാലിപ്പർ ഗോൾഡൻ കളർ എടുക്കുകയാണ്. ബ്രേക്കിൻ്റെ കാലിപ്പർ ഗോൾഡൻ കളർ ചെയ്യാമെന്ന് വിചാരിച്ച്, കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈലൻസറും അതും ഒരു ഗോൾഡൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ ഒരു ഫോട്ടോയിനൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. നമ്മൾ ബൈക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി ഭംഗി കിട്ടും. ഗോൾഡൻ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കരിഷ്മൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വിചാരിച്ചൊരു ഗോൾഡൻ ആയിട്ടില്ല. ഗോൾഡൻ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ അവിടെ കൊടുത്ത് കാലിപ്പറിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പാർട്സാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന നിലയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡ്, അതൊക്കെ ഓൾമോസ്റ്റ് ഇതൊക്കെ ഒരു എൻഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. ലാസ്റ്റേക്കുള്ള ഒരു കോട്ടിങ് മാത്രമാണ്, ബാക്കിയൊക്കെ കഴിഞ്ഞ് വെച്ചതാണ്. നമ്മുടെ അലോയ് ആയിക്കോട്ടെ ഒക്കെയാണ് ഒക്കെ റീപെയിൻറ്റ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബോഡിയാണിത്, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചാണ് ബോഡി. പക്ഷെ കമ്പനി ബോഡി കിട്ടിയിട്ടില്ല. സൈഡ് പാനലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കമ്പനി നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടാണ് കിട്ടിയത്. ഇത് അത്ര ക്വാളിറ്റി ഇല്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഒറിജിനൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബായി പറയുന്നുണ്ട് അത് അത്ര ഒരു ക്വാളിറ്റി ഇല്ല. തൽക്കാലം അത് ചെയ്ത് വെച്ച് ചെറിയൊരു ക്രാക്ക് വന്നിരുന്നു അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മളെ സ്റ്റിക്കർ വർക്കിങ്ങിന് കൊണ്ടതാണ്. സ്റ്റിക്കർ വർക്കിങ് നമ്മുടെ ടാങ്കൊക്കെ ഫുള്ള് റീപെയിൻ്റൊക്കെ ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കരിഷ്മ 6 എൻ്റെ ലോഗോ മെയിൻ ഹൈലൈറ്റ് അതൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കർ വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ അതാ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നിലവിലുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സൈഡ് ആ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 6 ഈ ഒരു ഭാഗത്തുള്ളത് അതും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 6 നമ്മുടെ മെയിൻ ലോഗോ 6 അതൊക്കെ ചെയ്യാണ് നമ്മൾ. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയാണ്. അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ അത്യാവശ്യം ഡിമാൻഡാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ 6 ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് വരികയാകുമ്പോഴാണ് നമ്മുടെ ടാങ്കിന് ഒരു പൂർണ്ണത കൈവരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ പിന്നെ വിചാരിച്ച് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്ന് സ്മോക്ക് ചെയ്യിക്കാന്ന്. അപ്പോൾ അതിലുള്ളതാണ്, അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് പിന്നെ ഇൻഡിക്കേറ്റർ ഒന്ന് സ്മോക്ക് ചെയ്യിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് സ്മോക്ക് ചെയ്യിച്ച് പിന്നെ നമ്മുടെ വൈസറൊക്കെ ഫുൾ സ്റ്റിക്കർ ചെയ്താണ്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ വൈസറിൻ്റെ ഫ്രണ്ടിലുള്ള ഹീറോ സ്റ്റിക്കർ അതൊക്കെ നമ്മൾ ചെയ്താണ്. വൈസർ ആ നെട്ടും ബോൾട്ട് 2 കുറവുണ്ടായിരുന്നു. അതൊക്കെ പുതിയ തന്നെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് പുതിയ തന്നെ വാങ്ങിയിട്ട് സ്ക്രൂ ഒക്കെ മൊത്തത്തിൽ വന്ന് ആ ഹീറോൻ്റെ സ്റ്റിക്കറും കൂടി വന്നപ്പോൾ
കുറച്ചും കൂടി ഒരു ലുക്കായി ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്കാണ് നമ്മളെ വണ്ടി ഇപ്പോൾ എത്തിയത്. പിന്നെ ബാക്കിലെ ഇൻഡിക്കേറ്ററും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്ന് സ്മോക്ക് ചെയ്താൽ മൊത്തത്തിൽ ക്ലീൻ ആവും. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ നമ്പർ ബോർഡ് ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഇതുപോലെ വീഡിയോസ് ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീർ.